ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പറേറ്റർ പ്രസിഡൻസിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു അല്ലേ. സോ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്ലസ്, മൈനസ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെയുള്ളത്, മോഡുലസ് അല്ലേ. പിന്നെ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, സോ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്, ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് ഓർ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ യു ഹാവ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ ഇതൊക്കെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്നതായിരുന്നു അല്ലേ. ഈവൻ ഇതൊക്കെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ നമുക്ക് യൂസ് ചെയ്യാം. രണ്ട് എക്സ്പ്രഷൻസ് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം. രണ്ട് ബൂളിയൻ വാല്യൂസിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻസ്, രണ്ട് ബൂളിയൻ എക്സ്പ്രഷൻസ് നമുക്ക് കമ്പൈൻ ചെയ്യാൻ യൂസ് ചെയ്യാം. അതും ഈ ഓറും, സിംഗിൾ ഓറും, അതുപോലെ തന്നെ രണ്ടോ എത്ര അധികം നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇത് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ഓർ എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ റിലേഷൻ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പറഞ്ഞു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു, ഇതൊക്കെ റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ആണ് അല്ലേ. ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി ചെക്കിംഗ് ആണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നോട്ട് ഈക്വൽ ടു വരും അല്ലേ, റൈറ്റ്. പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. പിന്നെ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നെഗേഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ബൂളിയൻ വാല്യൂസിൻ്റെ മുകളിൽ നമുക്ക് നെഗേഷനൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ പഠിക്കാൻ വന്നത് ഓപ്പറേറ്റർ പ്രസിഡൻസ് ആണ്. ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്ന് പറയുമ്പം നമ്മൾ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിംഗിൾ ഓപ്പറേറ്റർ ആയിരിക്കില്ല. അതിനകത്ത് മൾട്ടിപ്പിൾ ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. അതായത് പ്ലസ്, മൈനസ്, ഡിവിഷൻ എല്ലാം ഒരുമിച്ചൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. സോ ഒരു സിമ്പിൾ എക്സാമ്പിൾ, എ പ്ലസ് ബി മൈനസ് സി സ്റ്റാർ ഡി ഡിവൈഡ് ബൈ ഇ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. സോ ഇതിൻ്റെ അകത്ത് ഏതാണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്, പ്ലസ് ആണോ മൈനസ് ആണോ, അത് എ പ്ലസ് ബി ആണോ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതോ ബി മൈനസ് സി ആണോ, അങ്ങനെ ഏതാണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും കമ്പൈലറിന്. സോ കമ്പൈലറിൽ തന്നെ അങ്ങനത്തെ അതിൻ്റെ റൂൾസ് ഉണ്ടാവും, ഏത് ഓർഡറിലാണ് ഇത് ഇവാലുവേറ്റ് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത്. ആ റൂൾസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ യൂസിങ് പാരന്തസിസ്. സോ പാരന്തസിസ് ആണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കുന്നത്. നമുക്കിവിടെ ഒരു ടേബിൾ ലൈക്ക് സ്ട്രക്ചർ കാണാം. ഈ ടേബിൾ സ്ട്രക്ചറിൽ പറയുന്നുണ്ട് ഹയസ്റ്റ് ലോവസ്റ്റ് ഓർഡറിൽ ഏത് ഓപ്പറേറ്റേഴ്സിനാണ് പ്രസിഡൻസ് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. സോ ആദ്യത്തെ പ്രസിഡൻസ് എന്ന് പറയുന്നത് ഏറ്റവും ഹൈ പ്രസിഡൻസ് ഈ സംഭവങ്ങൾക്ക് ആണ്. പാരന്തസിസ്, സ്ക്വയർ ബ്രാക്കറ്റ്സും ഡോട്ടും. പാരന്തസിസ് നമ്മൾ ഇപ്പം നമുക്ക് ഫോഴ്സ് ചെയ്യാം. നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ അകത്ത് ഈ ഓപ്പറേഷനാണ് ആദ്യം നടത്തുന്നത്. സോ എനിക്ക് ഐ ക്യാൻ ഫോഴ്സ് ദിസ്. ഓക്കെ, സോ ഐ ക്യാൻ ഫോഴ്സ് ദാറ്റ് ദിസ് ഓപ്പറേഷൻ ഷുഡ് ബി ഡൺ ഫസ്റ്റ്. ഇതാണ് ആദ്യം ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് ഫോഴ്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എനിക്ക് പാരന്തസിസ് യൂസ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ആദ്യം ഏത് ഓപ്പറേഷനാണ് ആദ്യം നടക്കുക? മൾട്ടിപ്ലിക്കേഷൻ ആണ് കൂടുതൽ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷൻ, മോഡുലസ്, ഇതിനാണ് പ്ലസും മൈനസിനെക്കാട്ടിയും കൂടുതൽ പ്രിഫറൻസ് നിങ്ങൾക്ക് കാണാം ഇവിടെ അല്ലേ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മോഡുലസിനാണ് പ്ലസും മൈനസിനെക്കാട്ടിയും പ്രിഫറൻസ്. സോ ഇതിൻ്റെ അകത്ത് ഞാൻ പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഉണ്ട്. ഏതാണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരേ പ്രിഫറൻസാണ് ഉള്ളത്. സോ അത് ലെഫ്റ്റ് ടു റൈറ്റ് ഓർഡറിലാണ് അത് ഇവാലുവേറ്റ് ചെയ്യുക, ലെഫ്റ്റ് ടു റൈറ്റ്. സോ അത് ഏതാണ് ലെഫ്റ്റിൽ കാണുന്നത്? സി സ്റ്റാർ ഡി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ആ കിട്ടുന്ന റിസൾട്ട് എന്താണ്? അത് ഡിവൈഡ് ബൈ ഇ ചെയ്യും. അതിന് ശേഷമാണ് പ്ലസും മൈനസും ചെയ്യുക. അതും പ്ലസും മൈനസിനും ഒരേ പ്രിഫറൻസ് ആയതുകൊണ്ട് പ്ലസ്സാണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, സോ അതൊക്കെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എ പ്ലസ് ബി ആണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം നിർബന്ധം പിടിക്കാം നമുക്ക്. എങ്ങനെ? പാരന്തസിസ് വെച്ചിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് എ പ്ലസ് ബി മൈനസ് സി സ്റ്റാർ ഡി ബൈ ഇ ചെയ്താൽ ആദ്യം ഏതാ ഇവാലുവേറ്റ് ചെയ്യുക? ദിസ് ഇസ് ദ വൺ ദാറ്റ് ഗെറ്റ്സ് ഇവാലുവേറ്റഡ് ഫസ്റ്റ്. സെക്കൻഡ് ഏതാണ് ഇവാലുവേറ്റ് ചെയ്യുക? ഇതിൻ്റെ റിസൾട്ട്, സി സ്റ്റാർ ഡിൻ്റെ റിസൾട്ട് ഡിവൈഡ് ബൈ ഇ ചെയ്യുമല്ലോ, റൈറ്റ്. ആദ്യം ഇത്, പിന്നെ ഇത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടുമല്ലോ. ഓക്കെ, എ പ്ലസ് ബി മൈനസ് ആ വാല്യൂ. സോ ടെമ്പററി ഞാൻ ടെമ്പ് എന്ന് കൊടുക്കുകയാണ് ആ മൊത്തം വാല്യൂക്ക്. സോ ടെമ്പ്, സോ എ പ്ലസ് ബി മൈനസ് ടെമ്പ്. അങ്ങനെ വരുമ്പം ഏതാണ്
ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക? പ്ലസ് ബി മൈനസ് ടെമ്പ്. ഈ കേസിൽ പ്ലസ്സും മൈനസും ഒരേ പ്രിഫറൻസാണ് ഉള്ളത്. സോ അതും ലെഫ്റ്റ് ടു റൈറ്റ്, ഒരേ പ്രിഫറൻസ് വരുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ഓർഡറിലാണ് അതിനെ സോൾവ് ചെയ്യുക. സോ എ പ്ലസ് ബി ആദ്യം ചെയ്യും, എന്നിട്ട് കിട്ടുന്ന വാല്യൂ ഉണ്ടല്ലോ, സോ ഞാൻ അതിനെ T1 എന്ന് കൊടുക്കുകയാണെങ്കിൽ T1 മൈനസ് ടെമ്പ് ചെയ്യും. ഇങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്ത് വരിക. ഓക്കെ സോ പാരന്തസിസ് നമുക്ക് ഫോഴ്സ് ചെയ്യിപ്പിക്കാം. പ്രിഫറൻസ് ഇതിനാണ് കൂടുതൽ കൊടുക്കേണ്ടതെന്ന് ഫോഴ്സ് ചെയ്യിപ്പിക്കാം. അതിനായിരിക്കണം എന്നില്ല എപ്പോഴും. അപ്പോൾ ഈ കേസിൽ പ്ലസ്സിനല്ലല്ലോ പ്രിഫറൻസ്, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനാണല്ലോ കൂടുതൽ പ്രിഫറൻസ്. പക്ഷേ ഞാൻ പ്ലസ്സിന് പ്രിഫറൻസ് വേണമെന്ന് നിർബന്ധം കൊടുക്കുവാണ്. സോ അങ്ങനെയാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം? പാരന്തസിസ് കൊടുക്കാം. സോ ഇങ്ങനെയാകുമ്പോൾ ഏതാ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക? ഇതാണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ടാണ് ഈ C സ്റ്റാർ ഡി ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ടാണ് ഈ C സ്റ്റാർ ഡി ബൈ ഇ ഡിവൈഡ് ചെയ്യുക. ഫൈനലി എന്നിട്ടാണ് ഇതിൻ്റെ റിസൾട്ട്. ഇപ്പോൾ ഞാൻ T1 എന്ന് കൊടുത്തു, ഇതിൻ്റെ റിസൾട്ട് T2 എന്ന് കൊടുത്തെങ്കിൽ ലാസ്റ്റാണ് T1 മൈനസ് T2 ചെയ്യുക. ഓക്കെ, അങ്ങനെ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ ബാക്കി ഓപ്പറേറ്റേഴ്സൊക്കെ കാണാം ഇവിടെ. യു ക്യാൻ സീ ഇതൊക്കെ പ്ലസ് പ്ലസ് മൈനസ് മൈനസ് ടിൽഡ് നെഗേഷൻ നോട്ട് ഇങ്ങനെയൊക്കെയുള്ള ഓപ്പറേറ്റേഴ്സ് കാണാം. പ്ലസ് പ്ലസ് മൈനസ് മൈനസ് നമ്മൾ ഓൾറെഡി അറിയാം. ഇത് ബിറ്റ് വൈസ് നോട്ടാണ് ആക്ച്വലി. ദിസ് ഇസ് ബിറ്റ് വൈസ് നോട്ട്. സോ നമുക്കൊരു ഇൻറ്റിജർ വാല്യൂ അല്ലെങ്കിൽ ഷോർട്ട് വാല്യൂ, ബൈറ്റ് വാല്യൂ, ക്യാർ വാല്യൂ, ഇതിൻ്റെ എല്ലാം വാല്യൂവിൻ്റെ മുകളിൽ ബിറ്റ് വൈസ് നോട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ, അതിന് വേണ്ടി നമുക്ക് ഈ ബിറ്റ് വൈസ് നോട്ട് ഓപ്പറേഷൻ ചെയ്യാം. സോ ലെറ്റ് മീ സേ ഒരു വാല്യൂ ഉണ്ടെന്ന് വെച്ചോ, 8 എന്ന് പറഞ്ഞൊരു വാല്യൂ. 8 വേണ്ട, അത് കുറച്ച് കൂടുതലായി പോയി. 4 എന്ന് പറഞ്ഞ വാല്യൂ 0 0 0 0 0 0 0 1 0 0 1 0 0 0 1 1 ഇതാണ് 4 ആക്ച്വലി അല്ലേ. സോ ഇത് ഇപ്പോൾ 8 ബിറ്റ് വാല്യൂ ആണെന്ന് വിചാരിച്ചു. 8 ബിറ്റ് വാല്യൂ ആകുമ്പം 1 2 3 4 0 0 1 1 ഇങ്ങനെയാണ് എൻ്റെ 4 എന്ന് പറഞ്ഞ വാല്യൂ ഇരിക്കുന്നത്. ആക്ച്വലി കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. സോ ഇതിൻ്റെ ബിറ്റ് വൈസ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ സോ A = 4 ആയിരുന്നു വെച്ചോ. സോ ബിറ്റ് നോട്ട് A ചെയ്താൽ എന്താണ്? നോട്ട് A ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 1 1 1 1 0 അല്ല സോറി 1 1 0 0 അല്ലേ, 1 1 0 0 ഇങ്ങനെ കിട്ടും. സോ അങ്ങനെ ഒരു ഓപ്പറേഷനാണ് ഈ ബിറ്റ് വൈസ് നോട്ട്. അതിൻ്റെ എല്ലാ ബിറ്റ് വാല്യൂസിൻ്റെയും എന്തേക്കും അതിന് ഓപ്പോസിറ്റ് വാല്യൂ, അതായത് നെഗേറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, സോ അത് ബിറ്റ് വൈസ് ഓപ്പറേറ്ററാണ്. ഇനി ഇത് ബൂളിയൻ്റെ മുകളിലൊക്കെ ഈ ഓപ്പറേഷൻ നെഗേഷൻ ഓഫ് സോ നോട്ട് ഓഫ് A എന്ന് പറയുന്നത്. സോ A = ട്രൂ ആണെന്ന് വിചാരിച്ചോ. സോ നോട്ട് ഓഫ് A എന്ന് പറയുമ്പോൾ ഫാൾസ് ആയിട്ട് വരും. ഓക്കെ, A ഫാൾസ് ആയിരുന്നെങ്കിൽ നോട്ട് ഓഫ് A എന്ന് പറയുമ്പോൾ ട്രൂ ആയിട്ട് വരും. ഓക്കെ, അങ്ങനെ ചെയ്യാം. സോ ഇത് ആക്ച്വലി ഇറ്റ്സ് എ ബൂളിയൻ ഓപ്പറേറ്ററാണ് നോട്ട് എന്ന് പറയുമ്പോൾ. ഇവിടെ ബൂളിയൻ ഓപ്പറൻസിൻ്റെ മുകളിൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ പിന്നെ നമുക്ക് സ്റ്റാർ, ഡിവിഷൻ, മോഡുലസ് ഇതൊക്കെ ഒരേ പ്രിഫറൻസാണ്. സോ ഈ ഒരു റോല് കാണിക്കുന്നതൊക്കെ ഒരേ പ്രിഫറൻസാണ് കേട്ടോ. സോ പ്ലസ് മൈനസാണ് അതിൻ്റെ അടുത്ത പ്രിഫറൻസ്. പ്ലസ് മൈനസിനെക്കാളിയും കൂടുതൽ പ്രിഫറൻസ് ഉണ്ട് സ്റ്റാർ എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്. പ്ലസ് മൈനസിനെക്കാട്ടിയും കൂടുതൽ പ്രിഫറൻസ് ഉണ്ട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മോഡുലസിനും. പിന്നെ ഷിഫ്റ്റിംഗ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ടാണ് ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഇതൊക്കെ റിലേഷനാണ്. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. അതിൽ തന്നെ =ന് അതിലും കുറഞ്ഞ പ്രിഫറൻസ് ഉള്ളത്. =ന് നോട്ട് ഈക്വൽ ടു കണ്ടോ. സോ ഒരു സിംഗിൾ എക്സ്പ്രഷൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ്റെ അകത്ത്, റിലേഷണൽ എക്സ്പ്രഷൻ്റെ അകത്ത് ഗ്രേറ്ററും == ഉണ്ടെങ്കിൽ ഏതിനാണ് കൂടുതൽ പ്രിഫറൻസ് കിട്ടുക? ഗ്രേറ്ററിനാണ് കൂടുതൽ പ്രിഫറൻസ് ആദ്യം കിട്ടുക. ഓക്കെ, പിന്നെ ഇവിടെ ആൻഡ് ഇതൊക്കെ ബിറ്റ് വൈസ് ഓപ്പറേറ്ററുമാണ്. ബൂളിയൻ മുകളിൽ ലോജിക്കൽ ഓപ്പറേറ്ററായിട്ട് കൊടുക്കാം. ബൂളിയൻ ഓപ്പറാൻസിൻ്റെ മുകളിൽ ലോജിക്കൽ ഓപ്പറേറ്ററായിട്ട് ഇതെടുക്കാം, കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ട് ഓപ്പറാൻസിൻ്റെ വാല്യൂസ് കമ്പൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ ബിറ്റ് വൈസ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് എക്സ്ക്ലൂസീവ് ഓർ
അല്ലേ. പിന്നെ ഇത് ഓർ, പിന്നെ ഇത് ഷോർട്ട് സർക്യൂട്ട് ആൻഡ്, ഷോർട്ട് സർക്യൂട്ട് ഓർ, പിന്നെ ഇത് നമ്മൾ ടെർണറി ഓപ്പറേറ്റർ അല്ലേ. ഇതാണ് ഓർഡർ. ഓക്കെ. പിന്നെ ഫൈനലി അസൈൻമെൻറ്റ്, പിന്നെ കോമ്പൗണ്ട് അസൈൻമെൻറ്റും അല്ലേ. ഇത് രണ്ടും ലാസ്റ്റ് പ്രിഫറൻസാണ്. സോ അസൈൻമെൻറ്റ് ലാസ്റ്റ് പ്രിഫറൻസാണ്. ഓക്കെ. സോ അതാണ് എല്ലാ ഇപ്പോൾ ഇങ്ങനെ ഒരു എ ഈക്വൽ ടു ബി പ്ലസ് സി സ്റ്റാർ ഡി ഡിവൈഡ് ബൈ ഇ ഇങ്ങനൊരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ഈ എൻ്റെ അകത്തേക്ക് അസൈൻ ചെയ്യുന്നത് അത് ഏറ്റവും ലാസ്റ്റാണ്, ഫൈനലി ആണ് നടക്കുക. ഓക്കെ. ഇറ്റ് വിൽ ഹാപ്പൻ ഓൺലി അറ്റ് ദ ലാസ്റ്റ്. ഓക്കെ. സോ അതാണ് പ്രസിഡൻസ് പറയുന്നത്. ഓക്കെ. സോ പ്രസിഡൻസ് അവിടെ തീർന്നു. അതിന് മുന്നേ ഞാൻ കുറച്ച് ബിറ്റ് വൈസും മറ്റേ അതിൻ്റെയൊക്കെ ജസ്റ്റ് അതിൻ്റെ കുറച്ച് ആ ഭാഗം കാണിച്ചില്ല ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണുള്ളത് എന്നുള്ളത്. സോ ഇവിടെ കണ്ടോ ബിറ്റ് വൈസ്, ഇവിടെ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് കണ്ടോ. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഇതാ ബിറ്റ് വൈസ് യൂണറി നോട്ട്, നമ്മൾ പറഞ്ഞ ബിറ്റ് വൈസ് യൂണറി നോട്ട്. ദീസ് ഓപ്പറേറ്റേഴ്സ് ഈ പറഞ്ഞതൊക്കെ ദാറ്റ് ക്യാൻ ബി അപ്ലൈ ടു ദി ഇൻറ്റിജർ ടൈപ്സ്, ലോങ്, ഇൻറ്റ്, ഷോർട്ട്, ക്യാർ, ബൈറ്റ്, ഇതൊക്കെ ഇൻറ്റിജർ ടൈപ്സ് ആണ് ആക്ച്വലി. ഇതിൻ്റെ മുകളിലാണ് ഇതൊക്കെ ഈ ഓപ്പറേറ്റേഴ്സൊക്കെ ചെയ്യാൻ പറ്റുക. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ആക്ട് അപ്പോൺ ദി ഇൻഡിവിജ്വൽ ബിറ്റ്സ്. ഓപ്പറൻസിൻ്റെ അകത്തുള്ള വാല്യൂസിൻ്റെ ഇൻഡിവിജ്വൽ ബിറ്റ്സിൻ്റെ മുകളിലാണ് ഓപ്പറേഷൻസ് നടത്തുക. ഓക്കെ. സോ ആൻഡ് ആയാലും ഓർ ആയാലും ഈ ബിറ്റ് വൈസ് യൂണറി നോട്ട് ആയാലും എക്സ്ക്ലൂസീവ് ഓർ ആയാലും റൈറ്റ് ഷിഫ്റ്റ്, ഇതൊക്കെ ഇൻഡിവിജ്വൽ ബിറ്റ്സിൻ്റെ മുകളിലാണ് നടത്തുന്നത്. ഓക്കെ. ഇനി ബിറ്റ് വൈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതന്നെ, ഈ ആൻഡ്, ഓർ, എക്സ്ക്ലൂസീവ് ഓർ, ഇതൊക്കെ ബിറ്റ് വൈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സുമാണ്. ഓക്കെ. ഇതിനെ ബിറ്റ് വൈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും പറയും. ഈ ബിറ്റ് വൈസ് നോട്ട്, അത് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ബിറ്റ് വൈസ് നോട്ട് അല്ലേ, ഇതിനെ ബിറ്റ് വൈസ് നോട്ട്, ഇതിനെ ബിറ്റ് വൈസ് കോംപ്ലിമെൻ്റ് എന്നും പറയും കേട്ടോ. കോംപ്ലിമെൻ്റ് ആണല്ലോ. 1 ആണെങ്കിൽ 0 ആക്കും, 0 ആണെങ്കിൽ 1 ആക്കും. സോ ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് കോംപ്ലിമെൻറ്റ്, ബിറ്റ് വൈസ് കോംപ്ലിമെൻ്റ് എന്ന് പറയും. What does it do? It inverts all of the bits of its operand. It inverts invert എന്ന് പറഞ്ഞാൽ 1നെ 0 ആക്കും, 0നെ 1 ആക്കും. കണ്ടോ, ഇവിടെ കണ്ടോ. ആൻഡ് ബിറ്റ് വൈസ് ആൻഡ് എന്ന് പറയുമ്പം ഇത് കണ്ടോ, 42ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണിച്ചു, 15ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണിച്ചത്. സോ 42 ആൻഡ് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ് 15 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യുക. അതായത് 42ൻ്റെ ബിറ്റ് വൈസ് റെപ്രസെൻറ്റേഷനും 15ൻ്റെ ബിറ്റ് വൈസ് റെപ്രസെൻറ്റേഷൻ്റെ മുകളിൽ ആൻഡ് ഓപ്പറേഷൻ നടത്തുകയാണ്. സോ ഓരോ ബിറ്റിൻ്റെ മുകളിൽ ഓപ്പറേഷൻ നടത്തുകയാണ്. സോ ഇവിടെ 0 0 0 0 0 0 1 0 0 0 0 0 1 1 1 0 1 0 1 1 1 0 1 0 ആൻഡ് ആണല്ലോ. സോ ഫൈനലി ഇങ്ങനെയാണ് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ 2:1 2 some problem with 2:2 2:0 2:1 2:3 8 പ്ലസ് 2 വരുക അല്ല, 8 പ്ലസ് 0 പ്ലസ് 8 പ്ലസ് 0 പ്ലസ് 2 പ്ലസ് 0 ആണ്. സോ 8 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 10 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 10. സോ 10 ആണ് 42 അല്ലേ. ശരിക്കും 42 15-നും മുകളിൽ അരിത്മെറ്റിക് ഓപ്പറേഷൻ ആൻഡ് ഇല്ല അല്ലേ. അങ്ങനെ ഒരു ആൻഡ് എന്ന് പറഞ്ഞിട്ട് അരിത്മെറ്റിക് ഓപ്പറേഷൻ ഇല്ല. ഇത് ബിറ്റ് വൈസ് ആൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ. ഓക്കെ. പിന്നെ ഓർ ഇങ്ങനെ നേരെ, അതായത് ഓർ എന്ന് പറയുമ്പം ഇവിടെ 1 0 വരുമ്പം 1 വരും. ഓക്കെ. 1 1 വരുമ്പോഴും 1 വരും, 0 1 വരുമ്പോഴും 1 വരും, 1 1 വരുമ്പം 1 വരും, 0. സോ ഇതിൻ്റെ ഇൻറ്റേർണൽ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് സോ 2⁵ പ്ലസ് 2⁵ പ്ലസ് 2⁵2 പ്ലസ് 2⁵1 പ്ലസ് 2⁵0 എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ, പ്ലസ് 1 × 1 അല്ലേ. 2⁵ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 2s are 4 4 2s are 8 8 2s 16 16 2s 32 32 പ്ലസ് 8 പ്ലസ് 4 പ്ലസ് 2 പ്ലസ് 1 40 44 46 47. ഓക്കെ. അങ്ങനെ അതാണ് ബിറ്റ് വൈസ് ഓർ. പിന്നെ ഇത് എക്സ്ക്ലൂസീവ് ഓറാണ്.
ഓക്കെ. പിന്നെ ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്, ഇതൊക്കെ സിയിൽ ചിലപ്പം പഠിച്ചാണായിരിക്കും നിങ്ങൾ. ഓക്കെ. സോ പിന്നെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഡബിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഈക്വൽ ടു, അതൊക്കെ. പിന്നെ ബൂളിയൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ബൂളിയൻ ഓപ്പറൻസിൻ്റെ മുകളിലാണ് ബൂളിയൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുക. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിൽ വരുന്ന കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരുന്നല്ലോ, ആൻഡ്, സിംഗിൾ ഓർ പൈപ്പ് സൈൻ വെച്ചിട്ട് സിംഗിൾ ഓർ, ഇതൊക്കെ ബൂളിയൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും കൂടിയാണ്. ഓക്കെ. അത് ബൂളിയൻ ഓപ്പറൻസിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഷോർട്ടും ഇൻറ്റും ബൈറ്റ് ക്യാരി ഇതിൻ്റെ മുകളിലൊക്കെ ആയിരുന്നല്ലോ ചെയ്തത് ഈ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ഇത് എന്ന് പറയുന്നത് ബൂളിയൻ ഓപ്പറൻസിൻ്റെ മുകളിലാണ് ചെയ്യുക. ഓക്കെ. സോ സെയിം ഓപ്പറേറ്റേഴ്സ് ഇങ്ങനെയും യൂസ് ചെയ്യാം. ഓക്കെ. ബൂളിയൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആയിട്ടും യൂസ് ചെയ്യാം. അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഷോർട്ട് സർക്യൂട്ട് ആൻഡും ഷോർട്ട് സർക്യൂട്ട് ഓറൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ യൂണറി നോട്ടും. ഓക്കെ. യൂണറി നോട്ട്. ഓക്കെ. യൂണറി നോട്ട് എന്ന് പറയുമ്പം നോട്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ എൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ നോട്ട് ഓഫ് എ എന്ന് പറയുമ്പോൾ ഫോൾസ് ആയിട്ട് മാറും. ഫോൾസ് ആണെങ്കിൽ നോട്ട് ഓഫ് എന്ന് പറയുമ്പം ട്രൂ ആയിട്ട് മാറും. ഓക്കെ. അങ്ങനെ. ഓക്കെ. സോ ദിസ് ഈസ് അബൌട്ട് ഓപ്പറേറ്റർ പ്രസിഡൻസ് അല്ലേ, നമ്മൾ പ്രസിഡൻസ്